ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. വരുന്ന LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും ചെയ്തു പഠിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 10/9/2024 നടന്നിട്ടുണ്ടായിരുന്ന ബോർഡ് കീപ്പർ NCC പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാറ്റഗറി കോഡ് 311/2023 ആണ്. പരീക്ഷ ഓൺലൈൻ ആയിട്ടാണ് നടത്തിയത്. ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 111/2024/OL. ഓക്കെ, പൊട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു ആ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 0.75ന്റെ ഭിന്നസംഖ്യ രൂപത്തിലാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 0.75 ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഭിന്നസംഖ്യാരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ആണ് അല്ലെ? ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതാം? അപ്പൊ 0.75നെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാൻ പോയിന്റിന് ശേഷം ഇവിടെ എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട്. അപ്പൊ ദശാംശം കളയണമെങ്കിൽ ആ നമ്പറിനെ എടുത്ത് എഴുതുക, ഡിവൈഡഡ് ബൈ ദശാംശത്തിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത്രയും 0 താഴെ ചേർക്കണം. കണ്ടോ? ദശാംശം കഴിഞ്ഞ് 2 സംഖ്യ ഉണ്ടെങ്കിൽ താഴെ 2 0. ദശാംശത്തിന് ശേഷം അങ്ങോട്ടാണേ നോക്കേണ്ടത്. ദശാംശത്തിന് ശേഷം 3 സംഖ്യ ഉണ്ടെങ്കിൽ താഴെ 3 0 ചേർക്കണം. ഓക്കെ, അപ്പൊ ഒന്ന് ഇടാൻ മറക്കരുത് കേട്ടോ. 10, 100, 1000, 10000 അങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ താഴെ ഞാൻ 2 0 ചേർത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം. നമുക്ക് 5 വെച്ച് വെട്ടാം, 25 വെച്ച് വെട്ടാം. നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ വെട്ടിയാലും ഉത്തരം ശരിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. 25 വെച്ച് വെട്ടുന്നതാണ് എളുപ്പം. 25ൽ 4 തവണ 100 പോകും. 25 ഗുണം 4 ആണ് 100. 25 ഗുണം 3 ആണ് 75. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 3/4 എന്ന് കിട്ടി. കണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? ഇനി 0.75 എന്ന് പറഞ്ഞാൽ മുക്കാൽ എന്നാണ് അർത്ഥം കേട്ടോ. നമ്മൾ കടയിലൊക്കെ പോയി സാധനം വാങ്ങുമ്പോൾ 750 ഗ്രാം 1/4 ഗ്രാം എന്നല്ലേ നമ്മൾ പറയാ. ഓർത്തോണം, 0.75 എന്ന് പറഞ്ഞാൽ മുക്കാൽ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, 3/4. ഇനി നേരെ മറിച്ച് 0.50 എന്നാ ചോദിക്കുന്നതെങ്കിലോ? 0.50 എന്ന് പറഞ്ഞാൽ എത്രയാ? 1/2 കിലോ എന്ന് പറയുന്ന 500 ഗ്രാം അല്ലേ? അപ്പൊ 0.5 എന്ന് പറഞ്ഞാൽ അര എന്നാണ് അർത്ഥം. അപ്പൊ ചെയ്തുപോലും നോക്കണ്ട, അര 1/2 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇനി അതുപോലെ തന്നെ ചോദിക്കാറുള്ള വേറൊരു കാര്യമാണ് 0.25 കേട്ടോ. 0.25 എന്ന് പറഞ്ഞാൽ കാലാണ്. 1/4 കിലോ നമ്മൾ പറയുന്നത് എത്ര? 250 ഗ്രാം അല്ലേ? അപ്പൊ കാലെന്നാണ് 0.25 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അപ്പൊ കാലം നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? 1/4. കണ്ടോ? അപ്പൊ 1/4 എന്ന് പറയുന്നതാണ് കാല്. അപ്പൊ 0.25ന്റെ ഭിന്നരൂപം ചോദിച്ചാൽ 1/4 എന്ന് എഴുതാം. 0.50യുടെ ഭിന്നരൂപം ചോദിച്ചാൽ 1/2 എന്ന് എഴുതാം. 0.75ന്റെ ഭിന്നരൂപം ചോദിച്ചാൽ 3/4 എന്ന് എഴുതാം. ഇത് അറിയാമെങ്കിൽ നമുക്ക് ഇതൊന്നും വെട്ടിക്കുറയ്ക്കുന്ന സമയം ഒഴിവാക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അറിയില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ഇതുപോലെ എഴുതി ചെയ്യുക. 0.50 ആണെങ്കിലോ 5 ഡിവൈഡഡ് ബൈ, ഞാൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 2 സംഖ്യ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? താഴെ പോയി 2 0 ചേർക്കും. അങ്ങനെ ചേർക്കരുത്, അത് തെറ്റാണ്. കാരണം പോയിന്റിന് ശേഷം അറ്റത്ത് വരുന്ന പൂജ്യങ്ങൾക്ക് വിലയില്ല. മനസ്സിലായോ? പോയിന്റിന് ശേഷം അറ്റത്ത്, അപ്പൊ അവിടെ വേറെ നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ ആ 0 ഒക്കെ എടുക്കണം കേട്ടോ. അതേസമയം ഇപ്പൊ 0.501 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ 3 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതാം, ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അതേസമയം പോയിന്റിന് ശേഷം അറ്റത്ത് വരുന്ന പൂജ്യങ്ങൾക്കൊന്നും തന്നെ വിലയില്ല. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ തന്നെ ആ 0 അങ്ങ് തൂത്ത് കളഞ്ഞേക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റും. ഇനി പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര നമ്പറേ ഉള്ളൂ? അപ്പൊ ശരിക്കും ഒരു നമ്പറേ ഉള്ളൂ. അപ്പൊ താഴെ എത്ര 0 ചേർക്കണം? ഒരൊറ്റ 0 ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ വെട്ടാം. 5 ഗുണം 1 5, 5 ഗുണം 2 10. കണ്ടോ? ഉത്തരം എത്ര വന്നു? 1/2 എന്ന് വന്നു. കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി കഴിഞ്ഞ പരീക്ഷയ്ക്ക് 0.75 ചോദിച്ചത് കൊണ്ട് അടുത്ത പരീക്ഷയിൽ ഇതിൽ ഏതെങ്കിലും ചോദിച്ചാൽ ഉത്തരം തെറ്റിക്കരുത്. ഓൾറൈറ്റ്, അടുത്ത ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. 35ന്റെ വർഗം 1225 ആണ്. അങ്ങനെയാണെങ്കിൽ 3.5ന്റെ വർഗം എത്ര? ഈ മോഡലിലുള്ള ചോദ്യങ്ങൾ മുന്നേ PSC LGS ലെവലിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വരുന്ന പരീക്ഷയ്ക്കും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്.
വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 35ന്റെ വർഗവും 3.5ന്റെ വർഗവും തമ്മിൽ എന്താ നമ്പർ സെയിം ആയിരിക്കും. നമുക്കറിയാം ഇവിടെ 35 ആണ്, ഇവിടെയും 35 തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? 1225 തന്നെ ആയിരിക്കും. അപ്പൊ അത് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇനി ദശാംശം നോക്കുക. നോക്കിക്കേ, ആദ്യം നമ്മൾ ഈ സ്ക്വയറിനെ മാറ്റിയിട്ട് 3.5 × 3.5 എന്ന് എടുത്തങ്ങ് എഴുതുക. തെറ്റിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ, ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3.5 × 3.5. ഇനി പോയിന്റ് കഴിഞ്ഞ് അങ്ങേ അറ്റത്തോട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണുക. ഇവിടെ 1, ഇവിടെ 1, അപ്പൊ മൊത്തം എത്ര എണ്ണം? 2 എണ്ണം. ഉത്തരത്തിൽ അങ്ങേ അറ്റത്ത് നിന്നും 2 സംഖ്യ വിട്ട് ദശാംശം ചേർക്കണം. ഉത്തരത്തിൽ അങ്ങേ അറ്റത്ത് നിന്നും 2 സംഖ്യ വിട്ട് ദശാംശം ചേർക്കുക. 1, 2, 2 സംഖ്യ വിട്ട് ദശാംശം ചേർത്തോ, നിങ്ങളുടെ ഉത്തരമായി. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഉത്തരം കിട്ടി. 12.25 ആണ് ആൻസർ. അതിൽ നമുക്ക് തന്നേക്കുന്ന വാല്യൂ അതുപോലെ തന്നെ എഴുതുക. കാരണം ഇവിടെ 35 ആണ്, ഇവിടെ 35 ദശാംശം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം 3.5 സ്ക്വയർ എന്നുള്ളതിനെ 3.5 × 3.5 എന്നൊന്ന് എടുത്ത് എഴുതുക. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ 2 നമ്പർ ഉണ്ട് അല്ലെ, 2 പേർക്ക് ഓരോന്ന് വീതം ഉണ്ട്. അപ്പൊ 2 നമ്പർ ഉണ്ട്. അപ്പം ദശാംശം നമ്മൾ അറ്റത്തു നിന്നാണ് എപ്പോഴും എണ്ണി തുടങ്ങേണ്ടത്. അത് എപ്പോഴും ആലോചിച്ചോണം. അങ്ങേ അറ്റത്തു നിന്നാണ് നമ്മൾ എണ്ണുക. നമുക്ക് ആ സൈഡിൽ നിന്ന് എണ്ണാം. 1, 2, 2 സംഖ്യ വിട്ട് ദശാംശം ചേർക്കുക, ഉത്തരമായി. അപ്പൊ ഇങ്ങനത്തെ ചോദ്യം വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം. ഇവിടെ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒച്ചയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഒച്ച ഇല്ലാത്ത സമയത്താണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ശബ്ദമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അടുത്ത ചോദ്യം. 1 മണിക്കൂർ 45 മിനിറ്റിൽ എത്ര മിനിറ്റ് ആണുള്ളത്? 1 മണിക്കൂർ 45 മിനിറ്റിൽ എത്ര മിനിറ്റുകളുണ്ട്? വളരെ സിമ്പിൾ ആയൊരു ചോദ്യം അല്ലേ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റുകൾ ചേരുന്നതാണ് 1 മണിക്കൂർ. പ്ലസ് 45 മിനിറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ 60ഉം 45ഉം കൂടെ കൂട്ടിയാൽ 105 മിനിറ്റ് എന്ന് കിട്ടി. കണ്ടോ, നമ്മുടെ ഉത്തരം എത്രയാണ്? 105 മിനിറ്റ്. അടുത്ത ചോദ്യം. ചോദ്യം നോക്കിക്കേ. 2:8 എന്നത് 5:ഡാഷിനോട് അനുപാതത്തിലാണ്. ഇതുപോലെ 4 കുത്ത് ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അനുപാതത്തിലാണെന്നാണ്. ഇതെങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റേ റേഷ്യോയും ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിന്റെ അർത്ഥം. ഇനി 2:8 എനിക്ക് അങ്ങനെയാണെങ്കിൽ 2/8 എന്ന് എഴുതാം കേട്ടോ. റേഷ്യോ നമുക്ക് എപ്പോഴും എന്താക്കി എഴുതാം? ഫ്രാക്ഷൻ ആക്കി എഴുതാം, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. 2/8 എന്ന് കിട്ടി. അത് എന്തിനു തുല്യമാണെന്നാ തന്നേക്കുന്നേ? 4 കുത്തിട്ടാൽ ഇവ 2 റേഷ്യോയും ഈക്വൽ ആണെന്നാണ് അതിന്റെ അർത്ഥം. 5/? തുല്യമാണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആൻസർ ആണ് കാണേണ്ടത്. നമ്മൾ കഴിഞ്ഞ LGSന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പം ഇതേപോലത്തെ ഒരു ചോദ്യം അവിടെയും കണ്ടായിരുന്നു. പക്ഷെ അവിടെ നമുക്ക് എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കിക്കേ, 2നെ 5 ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? 2നോട് ഏതെങ്കിലും സംഖ്യ ഗുണിച്ചാൽ നമുക്ക് 5 എന്നുള്ള ഉത്തരം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ എന്ത് മനസ്സിലായി? നമ്മൾ ഏതൊരു സംഖ്യ ഗുണിച്ചിട്ടല്ല ഇവിടെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കേണ്ടത് അതാണ് കേട്ടോ. 2നോടൊപ്പം മുകളിൽ കിടക്കുന്ന സംഖ്യ ഏതെങ്കിലും സംഖ്യയുമായിട്ട് ഗുണിച്ചാൽ ഈ ആൻസർ കിട്ടുമോ നോക്കുക. ഓക്കെ, അങ്ങനെ കിട്ടുമെങ്കിൽ താഴെ നമുക്ക് എന്ത് ചെയ്യാം? അതേ നമ്പറുമായിട്ട് ഗുണിച്ച് ഇവിടത്തെ ഉത്തരം കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 2/8 എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ 16 ക്വസ്റ്റ്യൻ മാർക്കിന് തുല്യമാണ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം എന്ന് വിചാരിക്കുക. 2നെ 16 ആക്കാൻ എന്താ ചെയ്യണ്ടേ? 2നെ 16 ആക്കാൻ 8 ഗുണിച്ചാൽ പോരെ. അപ്പം 8 × 2 16 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മുകളിൽ ഏത് സംഖ്യ ഗുണിക്കുന്നോ താഴെയും അതേ സംഖ്യ ഗുണിച്ചിരിക്കണം. അപ്പൊ 8 × 8 എത്രയാ? 64. നമ്മുടെ ഉത്തരം എത്ര വന്നേനെ? 64 എന്ന് കിട്ടിയേനെ. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റുമോ? ഇവിടെ നമുക്ക് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് ആലോചിക്കേണ്ടത് ഈ മുകളിലും താഴെയും കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിക്കുക. മിക്കവാറും സ്ക്വയറുകളോ ക്യൂബുകളോ ആയിരിക്കും കേട്ടോ. ആ രീതിയിലേ നമുക്ക് തരാറുള്ളൂ. ഒന്നെങ്കിൽ വർഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ ക്യൂബ് ആയിരിക്കും, അല്ലെങ്കിൽ വർഗത്തിന്റെ കൂടെ 1 കൂട്ടി ക്യൂബിന്റെ കൂടെ 1 കൂട്ടി, ആ രീതിയിലൊക്കെ നമുക്ക് പൊതുവെ തരാറുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ 2ഉം 8ഉം തമ്മിൽ സ്ക്വയർ ആയിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. 2ന്റെ വർഗം 4 നമുക്കറിയാം.
പിന്നെ എന്തേ ഉള്ളൂ, 2ന്റെ ക്യൂബ് എത്രയാണ്? 8 അല്ലേ? അപ്പൊ 2 2ന്റെ ക്യൂബ്. അപ്പൊ നമുക്ക് റേഷ്യോയുടെ ഒരു അർത്ഥം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5ന്റെ ക്യൂബ് വന്നൂടെ? ഇവിടെ 2 വന്നു, താഴെ ഞാൻ 2ന്റെ ക്യൂബ് എടുത്തു. അപ്പൊ ഇവിടെ 5 ആണ് കിടക്കുന്നത്. അപ്പൊ താഴെ എന്ത് വരാം? 5ന്റെ ക്യൂബ് വരാം. 5ന്റെ ക്യൂബ് എത്രയാ മക്കളെ? 125 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 125 എന്ന് വന്നു. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ 125 ഉണ്ടാവണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഈ രീതിയിലാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 125 എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഉത്തരം. ഓക്കെ, ഇനി ചില കേസിൽ ഇതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ. 2/9 തരാം, എന്നിട്ട് 11/- എന്ന് തരാം. അപ്പൊ നമ്മൾ ആലോചിക്കണം, ക്യൂബ് നമുക്കറിയാം 8 ആണ് അല്ലെ, അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 9 കിട്ടും. അങ്ങനെയാണെങ്കിൽ 11ന്റെ ക്യൂബ് കാണുക, അതിനോടൊപ്പം 1 കൂട്ടിയാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇത് നമ്മുടെ ഓപ്ഷനകത്ത് ഉണ്ടാവും. രീതിയിലുള്ള ചോദ്യങ്ങളും വരാറുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലത്തെ അനുപാതത്തിലുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാം എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ രീതിയിലുള്ള എക്സാമ്പിളും കൂടെ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അതിന് എന്തൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാമെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കിക്കേ, 8 + 3 × 4 ÷ 2 എത്ര? ആദ്യം ബ്രാക്കറ്റ് തുറക്കണം. 4 × 3 എത്രയാ? 12 എന്ന് കിട്ടി. അപ്പം 8 + 12 ÷ 2. അടുത്തത് എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. ഹരിച്ചോ? 12നെ 2 ഹരിച്ചാൽ 6 എന്ന് കിട്ടും അല്ലെ. 6 × 2 ആണ് 12. 12നെ 2 ഹരിച്ചാൽ 6. 8ഉം 6ഉം കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരമായി. 8ഉം 6ഉം എത്രയാ? 14. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 14. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2, 4, 6, 8, 10 ഇതിന്റെ ശരാശരി കാണാനാണ് പറഞ്ഞേക്കുന്നത്. ഒരേ രീതിയിൽ പോകുന്ന നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ശരാശരി കാണാൻ പറഞ്ഞാൽ നേരെ നടുക്ക് കിടക്കുന്ന സംഖ്യ എടുത്തങ്ങ് എഴുതുക. ഇവിടെ നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതാണ്? 6 അല്ലേ? അങ്ങോട്ടും 2 പേര്, ഇങ്ങോട്ടും 2 പേര്. നടുക്ക് കിടക്കുന്ന ആൾ ആരാണ്? 6 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? 6 ആയിരിക്കും. ഇതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7. ഇതും എന്താണ്? ഒരേ രീതിയിൽ പോകുന്ന സംഖ്യകളല്ലേ. അപ്പൊ ഇതുപോലെ ഒന്നെങ്കിൽ ഇരട്ട സംഖ്യകൾ തരാം, അല്ലെങ്കിൽ എന്താണ് ഒറ്റ സംഖ്യകൾ തരാം, അതല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഒരേ രീതിയിൽ പോകുന്ന നമ്പേഴ്സ് തരാം. ഇനി നേരെ മറിച്ച് 3, 6, 9, 12, 15 ഇങ്ങനെയും തരാം. ഇപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഇടയിലെ വ്യത്യാസം തുല്യമായിരിക്കണം. ഇവിടെ ആൻസർ ഏതായിരിക്കും? 4 ആയിരിക്കും. അങ്ങോട്ടും 3 എണ്ണം, ഇങ്ങോട്ടും 3 എണ്ണം. ഇവിടെ ആണെങ്കിലോ ഇവിടെ നമുക്ക് 9 ആയിരിക്കും ഉത്തരം. അങ്ങോട്ടും 2, ഇങ്ങോട്ടും 2. കണ്ടോ? നടുക്കിടക്കുന്ന ആളെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ എന്തായി? ശരാശരിയായി. ഇനി നേരെ മറിച്ച് നമുക്ക് ഇവിടെ 2, 4, 6, 8, 10, 12 ഇങ്ങനെയാണ് തന്നിരുന്നെങ്കിലോ, 2 പേര് ഇങ്ങോട്ടും 2 പേര് അങ്ങോട്ടും. നടുക്ക് നമുക്ക് എത്ര സംഖ്യ വരും? 2 എണ്ണം വരും അല്ലെ. 6ഉം വരും, 8ഉം വരും. ഇപ്പൊ ഇതുപോലെ നടുക്ക് 2 സംഖ്യകൾ വന്നാൽ അവരെ തമ്മിൽ കൂട്ടുക, 2ഉമായിട്ട് ഹരിക്കുക, അവരുടെ ശരാശരി കിട്ടും. അപ്പൊ ഇങ്ങനെ കൂട്ടി ഹരിക്കുന്നതിന് പകരം ഞാൻ എളുപ്പ വഴി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്ത് ചെയ്താൽ മതി? 6ന്റെയും 8ന്റെയും നടുവിൽ കിടക്കുന്ന ആളെ എടുത്ത് അങ്ങ് എഴുതുക. 6ന്റെയും 8ന്റെയും നടുവിൽ കിടക്കുന്ന ആൾ ആരാണ്? 7 ആണ്. നമ്മുടെ ഉത്തരം എന്ത് വന്നേനെ? 7 എന്ന് വന്നേനെ. മനസ്സിലായോ? അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒറ്റ സംഖ്യ ആണെങ്കിൽ നോക്കിക്കേ, 1, 2, 3, 4, 5. 5 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യ ആണെങ്കിൽ നേരെ നടുക്ക് കിടക്കുന്നതായിരിക്കും നമ്മുടെ ഉത്തരം. ഇനി ഇവിടെയോ 1, 2, 3, 4, 5, 6. 6 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ 6 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈവൻ നമ്പർ വന്നു. ഇരട്ട സംഖ്യകളാണെങ്കിൽ നമുക്ക് ടോട്ടൽ നമ്പർ ഇരട്ട സംഖ്യകളാണെങ്കിൽ നടുവിൽ കിടക്കുന്ന 2 പേരുടെ ശരാശരി കണ്ടാൽ ഉത്തരമായി. ആൻസർ എത്രയാണ്? 7 എന്ന് കിട്ടി. കണ്ടോ? അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? 51, 56, 53, 55. പൊതുവെ ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടുപിടിക്കാൻ പറയുമ്പം ഒന്നെങ്കിൽ അവിടെ പ്രൈം നമ്പേഴ്സ് വെച്ചായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഈ അഭാജ്യ സംഖ്യകളെ ബേസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എഴുതി പഠിക്കണം കേട്ടോ. 1, 2 തവണ എഴുതിയാൽ മതി, നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 51, 56, 53, 55 ഇതിൽ ഏതാണ് ഒറ്റയാനെന്ന് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും അഭാജ്യ സംഖ്യകൾ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. 55നെ നമുക്ക് 5ഉമായിട്ടും 11ഉമായിട്ടും ഒക്കെ ഹരിക്കാം. അതുകൊണ്ട് എന്താണ്? അഭാജ്യ സംഖ്യയല്ല.
56 ഇരട്ട സംഖ്യയാണ് അല്ലെ. ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ 2 ഹരിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അതും അഭാജ്യ സംഖ്യയല്ല. എന്തോ ഈ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ഫാക്ടറുകളൊന്നും ഉണ്ടാവരുത്. വേറെ ഒരു സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ ഉത്തരമായിട്ട് ഈ നമ്പർ കിട്ടാൻ പാടില്ല. 56 എന്ന് പറയുന്ന 2നോടൊപ്പം ഏതോ ഒരു സംഖ്യ ഗുണിച്ചാൽ 56 ഉത്തരം കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല, അഭാജ്യ സംഖ്യയല്ല. 55നെ 5 ഗുണം 11 ആണ് 55. അപ്പൊ 2 സംഖ്യകളെ ഗുണിച്ചപ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടിയില്ലേ. അപ്പൊ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി 51 ആണോ 53 ആണോ പ്രൈം നമ്പർ? എങ്ങനെ കണ്ടുപിടിക്കാം? തന്നിരിക്കുന്ന സംഖ്യകളെ തമ്മിൽ പരസ്പരം ഒന്ന് കൂട്ടി നോക്കുക. 5 1 എത്രയാ? 6. നമുക്ക് 2 നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു 2 ഡിജിറ്റ് നമ്പറോ 3 ഡിജിറ്റ് നമ്പറോ ഏതോ ആയിക്കോട്ടെ. അതിലെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 3ഓ 3ന്റെ ഗുണിതങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ 3ഉമായിട്ട് എന്ത് ചെയ്യാം? ഹരിക്കാൻ സാധിക്കും. മനസ്സിലായോ? ഹരണ സാധ്യത എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, പോയി കാണണം. അപ്പൊ 51 5 1 എത്രയാ? 6. 6നെ നമുക്ക് 3ഉമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ അല്ലേ? അതെ. അപ്പൊ 51നെയും നമുക്ക് എന്ത് ചെയ്യാം? 3ഉമായിട്ട് ഹരിക്കാൻ സാധിക്കും. 53 5 3 എത്രയാ? 5 3 8. 8നെ 3ഉമായിട്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പർ ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉത്തരം ഇവിടെ ഏതായിരിക്കും? 53 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആൻസർ ഏതാണ്? 53. അത് എന്തുകൊണ്ടാണ്? 53 ഒരു പ്രൈം നമ്പർ ആണ്. അതിന് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. 51 കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ തോന്നാം, അതിനും ഫാക്ടർ ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ ഒറ്റ സംഖ്യകളെ മിക്കവാറും നമുക്ക് 3ഉമായിട്ടോ 7ഉമായിട്ടോ ഒക്കെ ഹരിക്കാൻ പറ്റും. ഒറ്റ സംഖ്യ കണ്ട അപ്പം തന്നെ 3ഉമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ 7ഉമായിട്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുന്നുണ്ടെങ്കിൽ അത് അഭാജ്യ സംഖ്യ അല്ല, പറ്റുന്നില്ലെങ്കിൽ അത് അഭാജ്യ സംഖ്യ ആയിരിക്കും. മിക്കവാറും ഒറ്റയാനെ കണ്ടെത്താൻ പറയുന്നത് ഇതിനെ ബേസ് ചെയ്തായിരിക്കുവേ. 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്, 1 മുതൽ 50 വരെ എത്ര എണ്ണം ഉണ്ട്, 1 മുതൽ 25 വരെ എത്രയുണ്ട്, ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു 2 അക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 7 കിട്ടണം. അപ്പൊ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനിലും അക്കങ്ങളുടെ തുക 7 ആണോ നോക്കിക്കേ. 6 1 7, 3 4 7, 5 2 7, 9 2 7 ആണോ? അല്ല. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ അങ്ങോട്ട് വെട്ടാം. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താണ്? അവർ തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. വ്യത്യാസം 3 കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 6ൽ നിന്ന് 1 കുറച്ചാൽ 5 എന്നല്ലേ കിട്ടുന്നേ. അപ്പൊ അത് ഉത്തരമല്ല. 3ൽ നിന്ന് 4 കുറച്ചാൽ, അല്ലെങ്കിൽ 4ൽ നിന്ന് 3 കുറച്ചാൽ 1 അല്ലേ. അപ്പൊ അതും ഉത്തരമല്ല. 5ൽ നിന്ന് 2 കുറച്ചാൽ 3. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? 52. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പഠിക്കണേ, അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അടുത്ത ചോദ്യം. 4/6 തുല്യമായ മറ്റൊരു ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 4/6 തുല്യമായ ഭിന്നസംഖ്യ. അപ്പൊ നമുക്ക് തന്നേക്കുന്ന എല്ലാം എന്താണ്? സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഭിന്നസംഖ്യകളാ അല്ലെ. അപ്പൊ ഇതിനൊന്ന് വെട്ടി ചെറുതാക്കി നോക്കിക്കേ. 2 ഗുണം 2 4, 2 ഗുണം 3 6. അപ്പൊ എത്ര കിട്ടി? 2/3 എന്ന് കിട്ടി. ഓപ്ഷനകത്ത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓൾറെഡി തന്നിട്ടുണ്ട് 2/3. ഓക്കെ, വെട്ടി കുറച്ച് നോക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഗുണിച്ച് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു വഴിക്കേ നമുക്ക് ആൻസർ കിട്ടത്തുള്ളൂ. അടുത്ത ചോദ്യം. 1 3 6 10 എന്ന ശ്രേണിയിലെ അടുത്ത അക്കം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 1 3 6 10. 1നെ 3 ആക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൂട്ടിയാൽ മതി. 3നെ 6 ആക്കാൻ എത്ര കൂട്ടണം? 3 കൂട്ടണം. 6നെ 10 ആക്കാൻ എത്ര കൂട്ടണം? 4 കൂട്ടണം. അങ്ങനെയാണെങ്കിൽ 10നോടൊപ്പം 5 കൂട്ടുക, 15 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, ആൻസർ എത്ര വന്നു? 15. അടുത്ത ചോദ്യം. അടുത്തത് നമ്മുടെ സിംപ്ലിഫിക്കേഷൻ എന്നുള്ളൊരു ചോദ്യമായിരുന്നു കേട്ടോ. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമായിരുന്നു. 5 ഗുണം 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ആദ്യം ബ്രാക്കറ്റ് തുറക്കാം. 5 ഗുണം 2 എത്രയാ? 10 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 3. ഇനി അടുത്ത നോക്കിക്കേ, 10 പ്ലസ് 3 ഡിവൈഡഡ് ബൈ 3. ആദ്യം ബ്രാക്കറ്റ് തുറക്കണം. പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്? ബോർഡ് മാസ് എന്നല്ലേ പഠിക്കുന്നേ? ബോർഡ് മാസ് കേട്ടോ. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് തുറക്കുക. ഓഫ്, ചിലപ്പോൾ ഗുണനത്തിന് പകരം ഓഫ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ അത് സോൾവ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഹരണം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഗുണനം ചെയ്യണം. പിന്നെ കൂട്ടണം, പിന്നെ കുറയ്ക്കണം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ
മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. മനസ്സിലായോ? അപ്പൊ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് നമ്മൾ തുറന്നു. പിന്നെ എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. 3നെ 3ഉമായിട്ട് ഹരിച്ചാൽ, ഒരേ സംഖ്യകളെ ഹരിച്ചാൽ 1 ഉത്തരം. ഓക്കെ, അപ്പൊ ആൻസർ എത്ര വന്നു? 1 എന്ന് കിട്ടി. അപ്പൊ 10 + 1, 10 + 1 എത്രയാ? 11. അപ്പൊ നമ്മുടെ ഉത്തരം 11. അടുത്ത ചോദ്യം. y = 2x + 3 ആണ്. എക്സിന്റെ വില 4 ആണെങ്കിൽ വൈയുടെ വില കാണാനാ പറഞ്ഞേക്കുന്നത്. എക്സിന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്താൽ പോരെ? ഇപ്പൊ 2 × 4 + 3, 2 × 4 എത്രയാ? 8, 8ഉം 3ഉം എത്രയാ? 11. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 11 കിട്ടി. വളരെ ഈസിയാണ് കേട്ടോ. ഓൾറെഡി ഇക്വേഷൻ തന്നു, നമുക്ക് എന്താണ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ആൻസർ കാണുക. ഓൾറൈറ്റ്, ആൻസറുടെ ഓപ്ഷൻ സി 11. അടുത്ത ചോദ്യം. 200ന്റെ 25% എത്ര? 200ന്റെ 25% എത്ര? രണ്ട് രീതിയിൽ പറഞ്ഞുതരാം. ഒന്ന് മനസ്സിൽ ചെയ്യുന്ന രീതിയാണ്. 200ന്റെ പകുതി 50% എത്രയാ? 200ന്റെ പകുതി എടുത്താൽ മതി. 50% എന്ന് പറഞ്ഞാൽ നേർ പകുതി എടുക്കുക. അപ്പം 200ന്റെ പകുതി എത്രയാ? 100. ഇനി അപ്പൊ നമ്മുടെ കയ്യിൽ 50% ആയേ. ഈ 50ന്റെ പകുതി എത്രയാ? 25 അല്ലേ? അപ്പൊ 100ന്റെ പകുതി എത്രയാ? 50 അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 50. മനസ്സിലായോ? 25% കാണാൻ പറഞ്ഞാൽ ആദ്യം 50% കാണുക. അപ്പം 200ന്റെ 50% എന്ന് പറഞ്ഞാൽ ഏതൊരു സംഖ്യയുടെയും നേർ പകുതിയായിരിക്കും അതിൻ്റെ 50%. അപ്പം 200ന്റെ പകുതി എത്രയാ? 100. 100 ആണ് അതിൻ്റെ 50%. 50%ത്തിന്റെ പകുതി ആയിരിക്കും 25%. അപ്പം 100ന്റെ പകുതി എത്രയാ? 50. നമുക്ക് ഉത്തരം എത്ര കിട്ടി? 50. ഇനി ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടി ഡയറക്റ്റ് മെത്തേഡ് പറഞ്ഞു തരാം. 200 × 25/100 ചെയ്യുക. 200 എന്ന് എഴുതി 200ന്റെ ഉടെയൊക്കെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 25% വെട്ടാലോ നമുക്ക്? 25 × 1 25, 25 × 4 100. വീണ്ടും വെട്ടിക്കോ. 4 × 1 4, 4 × 5 20. ഇവിടെ ഒരു 0 ഉണ്ട്, അതും കൂടെ എടുത്ത് അങ്ങോട്ട് എഴുതുക. അപ്പോഴും ആൻസർ എത്ര തന്നെ വന്നു? 50 എന്ന് വന്നു. കണ്ടോ? അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണമെങ്കിലും ചെയ്യാം. അടുത്ത ചോദ്യം. ഒരു കമ്പനിയിലെ മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 4 മടങ്ങാണ്. ഈ മടങ്ങുകൾ വന്നാൽ അപ്പം തന്നെ എന്ത് എഴുതണം? റേഷ്യോ എഴുതണം കേട്ടോ. അപ്പൊ നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട്? മാനേജറും ഉണ്ട്, അതുപോലെ തന്നെ പിയൂണും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളോട് എന്നാ പറഞ്ഞേക്കുന്നേ? പിയൂണിന്റെ ശമ്പളത്തിന്റെ 4 മടങ്ങാണ് മാനേജറുടെ ശമ്പളം. അപ്പൊ പിയൂണിന് ഞാൻ 1 രൂപ കൊടുത്താൽ മാനേജർക്ക് ഞാൻ 4 രൂപ കൊടുക്കണം. ശരിയല്ലേ? പിയൂണിന് എത്ര കിട്ടുന്നു? അതിന്റെ 4 മടങ്ങാണ് മാനേജർക്ക് കിട്ടുന്നത്. അപ്പൊ പിയൂണിനെ 1 ആക്കി എടുത്താൽ മാനേജറെ നമുക്ക് 4 ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ റേഷ്യോ കിട്ടി 4:1. ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നേ? മാനേജറുടെ ശമ്പളം 40,000 രൂപയാണ്. ഈ 4 എന്ന് പറയുന്നത് എന്തിനു തുല്യമാണെന്നാ പറഞ്ഞേക്കുന്നേ? 40,000-ന് തുല്യമാണ്. 4 എന്ന് പറയുന്നത് 40,000 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 10,000-ഉമായിട്ട് ഗുണിക്കണ്ടേ? മനസ്സിലായോ? 4 എന്ന് പറയുന്നത് 40,000-ന് തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അയാളുടെ ശമ്പളം 40,000 ആണ്. അപ്പൊ 4നെ 10,000-ഉമായിട്ട് ഗുണിച്ചാലല്ലേ എനിക്ക് 40,000 കിട്ടത്തുള്ളൂ. ഇവിടെ ഞാൻ എന്തുമായിട്ട് ഗുണിക്കുന്നു? ഇവിടെയും ഞാൻ അതേ സംഖ്യയുമായിട്ട് ഗുണിക്കണം. എന്ത് കിട്ടി? 1 × 10,000 എത്ര വന്നു? 10,000 എന്ന് വന്നു. കണ്ടോ? അപ്പൊ നമ്മുടെ പിയൂണിന്റെ ശമ്പളം എത്രയാണ്? 10,000 രൂപയാണ്. ഇതുപോലെ റേഷ്യോ എഴുതിയാൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചൂടെ? അടുത്ത ചോദ്യം. 1 3 5 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. 1 3 5 എന്ന ശ്രേണിയിലെ 10ാമത്തെ പദം. ഇതൊരു അർത്തമെറ്റിക് പ്രോഗ്രഷൻ AP ആണ് നമുക്ക് തന്നേക്കുന്നത്. സമാന്തര ശ്രേണിയാണ് തന്നേക്കുന്നത്. 1നോടൊപ്പം 2 കൂട്ടിയാലാണ് 3, 3നോടൊപ്പം 2 കൂട്ടിയാലാണ് 5. അപ്പൊ ഒരേ രീതിയിലാണ് കൂടി പോകുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഈ ശ്രേണിയിലെ 10ാമത്തെ പദം. അപ്പൊ 10ാമത്തെ പദം കാണണമെങ്കിൽ A10 കാണണമെങ്കിൽ എയോടൊപ്പം 9 തവണ പൊതുവ്യത്യാസം കൂട്ടണം. മനസ്സിലായോ? 10ാമത്തെ പദം കാണണമെങ്കിൽ A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം. ആദ്യത്തെ പദത്തിനോടൊപ്പം 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 10ാം പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ പദം കാണാൻ പറഞ്ഞാലോ? A 20 കാണണമെങ്കിൽ
എയോടൊപ്പം 19 തവണ പൊതുവ്യത്യാസം കൂട്ടണം. 25 കാണണമെങ്കിലോ, 25 കാണണമെങ്കിൽ എയോടൊപ്പം 24 തവണ പൊതുവ്യത്യാസം കൂട്ടണം. ക്ലിയർ ആയോ? എത്രയാണോ കാണേണ്ടത് അതിൽ നിന്ന് ഒന്ന് കുറച്ച് വേണം പൊതുവ്യത്യാസം കൂട്ടാൻ എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ആൻസർ കാണാം. ചെയ്യാം. A10 ആണ് നമുക്ക് കാണേണ്ടത്. A എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദം 1 പ്ലസ് 9 ഗുണം പൊതുവ്യത്യാസം ഇവിടെ എത്രയാ? 2 ടേം തമ്മിൽ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം 2 അല്ലേ? 9 ഗുണം 2 ചെയ്യുക. 9 ഗുണം 2 18, 18 1 19. നമ്മുടെ ഉത്തരം എത്ര വന്നു? 19 എന്ന് വന്നു. ഓക്കെ, ഇനിയിപ്പോ ഏത് പദം കാണാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിയാലോ. ഒന്നാമത്തെ പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാമെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. വൃത്തം, ത്രികോണം, സമചതുരം, ചതുരം. ത്രികോണം എന്ന് പറയുന്നത് 3 വശങ്ങളില്ലേ? സമചതുരം എന്ന് പറയുന്നത് 4 വശങ്ങളില്ലേ? ചതുരം എന്ന് പറയുന്നതിനും 4 വശങ്ങളുണ്ട്. വൃത്തത്തിന് വശങ്ങളുണ്ടോ? ഇല്ല. വൃത്തത്തിന് എന്തില്ല? സൈഡുകളില്ല, വശങ്ങളില്ല. ഒറ്റയാൻ ആരാണ്? വൃത്തം. അടുത്ത ചോദ്യം നോക്കിക്കേ. 36, 48 എന്നീ സംഖ്യകളുടെ ഏറ്റവും വലിയ ഘടകം വലുത് എന്നൊരു വാക്ക് വന്നാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF കണ്ടുപിടിക്കണം. ചെറിയ ഘടകം എന്നാണ് ചോദിക്കുന്നതെങ്കിലോ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ലോവസ്റ്റ് ചെറുത് എന്ന് പറഞ്ഞാൽ LCM കാണണം, വലുത് എന്ന് പറഞ്ഞാൽ HCF കാണണം. മനസ്സിലായോ? ഇവിടെ HCF കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമ്പേഴ്സ് ഏതൊക്കെയാ നമുക്ക് തന്നേക്കുന്നേ? 36, 48. 36ന്റെയും 48ന്റെയും നമുക്ക് എന്ത് കാണണം? ഉസാഖ കാണണം, HCF കാണണം. ഉസാഖ കാണാൻ വേണ്ടി ആദ്യം നമുക്ക് ഒരേ മൾട്ടിപ്പിൾസുമായിട്ട് വേണം ഹരിക്കാൻ. 36ഉം 48ഉം രണ്ടുമായിട്ട് നമുക്ക് ഹരിച്ചൂടെ? ഹരിക്കാം. അപ്പൊ 18 ഗുണം 2 ആണ് 36, 24 ഗുണം 2 ആണ് 48. വീണ്ടും രണ്ടുമായിട്ട് ഹരിച്ചൂടെ? 9 ഗുണം 2 ആണ് 18, 12 ഗുണം 2 ആണ് 24. ഇനി 3ഉമായിട്ട് ഹരിച്ചൂടെ? 3 ഗുണം 3 9, 3 ഗുണം 4 12. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 3നും 4നും കോമൺ ആയിട്ട് വേറെ ഒരു നമ്പർ പോലും ഇല്ല. ഉസാഖ കാണണമെങ്കിൽ രണ്ടുപേരെയും, എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും പേരെ നമുക്ക് ഒരുപോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഉസാഖയുടെ പ്രത്യേകത അതാണ്. ഇപ്പൊ ഇവിടെ രണ്ടുമായിട്ട് ഞാൻ രണ്ടുപേരെയും ഹരിച്ചു, വീണ്ടും 2 എടുത്തു, രണ്ടുപേരെയും ഹരിച്ചു, വീണ്ടും 3 എടുത്തു, രണ്ടുപേരെയും ഹരിച്ചു. അപ്പൊ തന്നിരിക്കുന്ന അത്രയും പേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഹരിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ അവിടം വരെ മാത്രമേ നമുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ 3 എടുത്താലോ എനിക്ക് ഈ 3നെ മാത്രമല്ലേ ഹരിക്കാൻ പറ്റൂ? 4നെ ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എവിടം കൊണ്ട് അങ്ങനെ പറ്റാതെ വരുന്നു അവിടം കൊണ്ട് അവസാനിപ്പിക്കുക. എന്നിട്ട് സൈഡിൽ തന്നിരിക്കുന്ന സംഖ്യകളെ എല്ലാം കൂടെ ഗുണിച്ചോ. 3 ഗുണം 2 6, 6 ഗുണം 2 12. നമ്മുടെ ഉത്തരം എത്ര വന്നു? 12 എന്ന് വന്നു. ഓക്കെ, അടുത്ത ചോദ്യം. രാജുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അവന്റെ അച്ഛന്റെ വയസ്സ്. മടങ്ങ് വന്നാൽ എന്ത് എഴുതണം? റേഷ്യോ എഴുതിക്കോണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ രാജു എഴുതി, രാജുവിന്റെ അച്ഛനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. നോക്കിക്കേ, രാജുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അച്ഛന്റെ വയസ്സ്. അപ്പൊ നോക്കുക, രാജുവിന് 1 ആണെങ്കിൽ അച്ഛന് 9 വയസ്സ്. ശരിയല്ലേ? രാജുവിന്റെ വയസ്സിന്റെ 9 മടങ്ങാണ് അച്ഛന്റെ വയസ്സ്. അപ്പൊ രാജുവിന് 1 വയസ്സാണെങ്കിൽ അച്ഛന് എത്ര വയസ്സ്? 9 വയസ്സ് എന്ന് കിട്ടി. അടുത്ത നമ്മളോട് എന്നാ പറഞ്ഞേക്കുന്നേ നോക്കിക്കേ. അച്ഛന് 36 വയസ്സുണ്ട്. അച്ഛന് 36 വയസ്സുണ്ട്. കണ്ടോ? അച്ഛന് 36 വയസ്സുണ്ടെങ്കിൽ രാജുവിന് എത്ര വയസ്സുണ്ടെന്നാ ചോദിച്ചേക്കുന്നേ. 9നെ 36 ആക്കാൻ എന്ത് ചെയ്യണം? 4ഉമായിട്ട് ഗുണിക്കണം. ശരിയല്ലേ? 9 ഗുണം 4 36. അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ വയസ്സിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യണം? 4ഉമായിട്ട് ഗുണിക്കണം. 1 ഗുണം 4 എത്രയാ? 4. അപ്പൊ രാജുവിന് എത്ര വയസ്സുണ്ട്? 4 വയസ്സുണ്ട്. കണ്ടോ?
വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പം മടങ്ങ് എന്നൊരു സാധനം കാണുമ്പോഴേ മനസ്സിൽ എന്ത് വരണം? റേഷ്യോ വരണേ. അപ്പൊ ആരുടെ വയസ്സിന്റെ എത്ര മടങ്ങ്, അപ്പൊ 1 കൊടുക്കുക, മറ്റേ ആൾക്ക് എത്ര മടങ്ങാണോ തന്നേക്കുന്നത് ആ നമ്പർ എടുത്ത് അങ്ങോട്ട് എഴുതുക. ചോദ്യത്തിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ 4 തന്നേക്കുന്നെങ്കിലോ 1നെ 4 ആക്കാൻ 4 ഗുണിക്കണം. അപ്പൊ 9നെ നമ്മൾ 4 ഗുണിക്കുക, 36 നമുക്ക് ആൻസർ കിട്ടിയേനെ. തിരിഞ്ഞാ തന്നിരുന്നെങ്കിൽ അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ തരും, അത് വെച്ച് നമുക്ക് മറ്റേ വാല്യൂ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ മീനു മുന്നിൽ നിന്നും 10ാമതും പിന്നിൽ നിന്ന് 5ാമതുമാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? നോക്കിക്കേ, മുന്നിൽ നിന്നും 10ാമതാണ്, പിന്നിൽ നിന്നും 5ാമതുമാണ്. അങ്ങനെയാണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 10ഉം 5ഉം കൂടെ കൂട്ടുക, മുന്നിലെ സ്ഥാനവും പിന്നിലെ സ്ഥാനവും കൂടെ കൂട്ടുക, കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും 1 കുറയ്ക്കുക. റാങ്കിങ്, സ്ഥാന നിർണയം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരേ ഒരു ക്ലാസ്സേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യവും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതെന്താ ചെയ്യുക? അതിൽ എല്ലാ പാറ്റേണും പറയുന്നുണ്ട്. 2 സ്ഥാനം തന്നിട്ട് ടോട്ടൽ നമ്പർ എങ്ങനെ കാണാം, ടോട്ടൽ നമ്പറും ഒരു സ്ഥാനവും തന്നാൽ മറ്റേ സ്ഥാനം എങ്ങനെ കാണാം, 2 പേര് അവരുടെ പൊസിഷൻ മാറിയാൽ സ്ഥാനങ്ങൾ എങ്ങനെ കാണാം, എല്ലാം നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ് പോയി കാണണം കേട്ടോ. ഇനി ഇപ്പം ഇവിടെ നമ്മൾക്ക് 2 സ്ഥാനങ്ങൾ തന്നേക്കുന്നേ, അപ്പൊ അവരെ തമ്മിൽ കൂട്ടണം. ടോട്ടൽ നമ്പർ കാണാനാണ് പറയുന്നെങ്കിൽ ഈ 1 കുറയ്ക്കാൻ മറന്നു പോവരുതേ, നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. 10ഉം 5ഉം 15, 15ൽ നിന്ന് 1 കുറച്ചാൽ 14. അപ്പൊ ആകെ എത്ര പേരുണ്ട്? 14 പേരുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്ത നോക്കിക്കേ, മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പൊതുവെ LGS-കാരോട് കൂടുതലായി ചോദിച്ചു കാണാറുണ്ട്, ചെയ്ത് പഠിക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടേ? മിശ്ര ഭിന്ന സംഖ്യയിൽ തന്നെയാണോ നമ്മുടെ ഉത്തരവും തന്നേക്കുന്നതെന്ന് നോക്കുക കേട്ടോ. അങ്ങനെ തന്നെയാണ് തന്നേക്കുന്നത്. ഇനി അടുത്തത്, മുന്നിൽ കിടക്കുന്ന സംഖ്യകളെ എല്ലാം എടുത്തങ്ങ് കൂട്ടുക. അപ്പം 4 + 5 + 6 ഒരു ബ്രാക്കറ്റ് അങ്ങിടാം. പ്ലസ് ഇനി എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ തന്നിരിക്കുന്നവരെ എല്ലാം എടുത്തങ്ങ് എഴുതാം. 1/3 + 1/2 + 1/3. ഓക്കെ, അടുത്തത് ഇനി ഇവരെല്ലാം കൂട്ടിക്കും. 6 4 10, 10 5 15 എന്ന് കിട്ടി. പ്ലസ് ഇതിനകത്തുള്ളവരെ നമുക്ക് കൂട്ടിക്കൂടെ? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 1/3നെയും 1/3നെയും കൂടെ ആദ്യം കൂട്ടാം, 2/3 എന്ന് കിട്ടും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയം കൂടുതൽ എടുക്കുമെന്ന് തോന്നുവാണെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം? LCM കാണാം. അപ്പൊ അതേ 3 2 3 LCM കണ്ടു. ആദ്യം 3ഉമായിട്ട് ഹരിക്കുക. അപ്പൊ 1, 2നെ ഹരിക്കാൻ പറ്റില്ല, അതിനെ അങ്ങോട്ട് ഇറക്കി എഴുതാം. ഇനി 3നെ 3ഉമായിട്ട് ഹരിച്ചാൽ 1. LCM ആണ് കാണുന്നതെങ്കിൽ നമുക്ക് എല്ലാ സംഖ്യകളെയും L പോലെ ഗുണിക്കാം. അപ്പൊ 3 × 2 എത്രയാ? 6. ലസാഗു എത്ര വന്നു? 6 എന്ന് വന്നു. ഈ LCM എന്ന് പറയുന്നത് നമ്മുടെ മാത്സിന്റെ ബേസ് ആണ്. LCM അറിയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പല കണക്കുകളും ചെയ്യാൻ പറ്റാതെ വരും. LCM അറിയില്ലെങ്കിൽ പോയി പഠിക്കണം. ഞാൻ എൻ സ്ക്രീനിൽ ഇതിന്റെ ക്ലാസ് മെൻഷൻ ചെയ്തേക്കാം, കാണാൻ താല്പര്യമുള്ള കുട്ടികൾ പോയി കണ്ടു പഠിക്കാം. ഇനി അപ്പൊ 6 എന്ന് കിട്ടി. LCM 6 കിട്ടിയല്ലോ. ഇനി 3നെ 6 ആക്കാൻ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കുക. താഴെ 2ഉമായിട്ട് ഗുണിച്ചാൽ മുകളിലും 2ഉമായിട്ട് ഗുണിക്കണം. ഇനി 2നെ 6 ആക്കാൻ എന്താ ചെയ്യണ്ടേ? 2 × 3 ആണ് 6 അല്ലേ? 3ഉമായിട്ട് ഗുണിക്കുക. അപ്പൊ മുകളിലും നമ്മൾ 3ഉമായിട്ട് ഗുണിക്കണം. വീണ്ടും 3 × 2 ആണ് 6, മുകളിലും ഞാൻ 2ഉമായിട്ട് ഗുണിച്ചു. അപ്പൊ ഇവിടെ എനിക്ക് 3 × 2 6 എന്ന് കിട്ടി. ഇവിടെയും 6 എന്ന് കിട്ടി, ഇവിടെയും 6 എന്ന് കിട്ടി. അപ്പൊ കോമൺ ആയിട്ട് എനിക്ക് എന്ത് എഴുതാം? 6 എന്ന് എഴുതി കൊടുക്കാം. ഇനി മുകളിലുള്ള നമ്പേഴ്സ് എഴുതിക്കോ. 2 × 1 2 പ്ലസ് 3 × 1 3 പ്ലസ് 2 × 1 2. അപ്പൊ എല്ലാം കൂടെ കൂട്ടിക്കേ. 2 2 4 4 3 7 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്ര വന്നു? 15 + 7/6 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? ഈ എപ്പോഴും നമ്മൾ ഭിന്നസംഖ്യ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കേ, താഴത്തെ നമ്പർ ആയിരിക്കും മുകളിലത്തെ നമ്പറിനേക്കാളും എപ്പോഴും വലുത്. ഇവിടെ അങ്ങനെയല്ലേ? മുകളിൽ 1 താഴെ 2, ഇവിടെ 1 ഇവിടെ 3. എപ്പോഴും താഴത്തെ നമ്പർ നമ്മുടെ ഛേദം എപ്പോഴും വലുതായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെ ആണോ നോക്കിക്കേ? ഇവിടെ അങ്ങനെ അല്ല അല്ലേ? ഇവിടെ നമ്മുടെ ഛേദം ചെറുതും നമ്മുടെ എന്താണ് ന്യൂമറേറ്റർ വലുതുമാണ്, അംശം വലുതുമാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 7നെ 6ഉമായിട്ട് ഹരിക്കണം. ഓക്കെ, ഇതുപോലെ മുകളിലത്തെ സംഖ്യ വലുതായിട്ട് കിട്ടുകയാണെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്രാക്ഷനെ എടുത്തൊന്ന് ഹരിച്ചു നോക്കുക. അപ്പം ഹരിച്ചോ, 7 6 6 വെച്ച് നമ്മൾ 7നെ ഹരിക്കാൻ പോവാം. താഴെ കിടക്കുന്ന ആളെ വെച്ചാണ് എപ്പോഴും ഹരിക്കുന്നത്. അപ്പം 6 ഗുണം 1 6 പോയിട്ട് ശിഷ്ടം എത്ര വന്നു, 1 എന്ന് വന്നു. അപ്പം എന്ത് എഴുതാം, 15 പ്ലസ് എല്ലാവരുടെയും സ്ഥാനം മാറുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. സൈഡിൽ കിടക്കുന്ന ആൾ എവിടെ വന്നു, താഴെ വന്നു, ഡിവൈഡഡ് ബൈ. മുകളിൽ കിടക്കുന്ന ആൾ എവിടെ പോവും, സൈഡിലോട്ട് പോകും. താഴെ കിടക്കുന്നയാൾ എവിടെ പോകും, മുകളിലോട്ട് പോകും. മനസ്സിലായോ? ശിഷ്ടം എടുത്ത് മുകളിൽ എഴുതുക, കോഷ്യന്റ് എടുത്ത് സൈഡിലോട്ട് എഴുതുക. അപ്പൊ ആൻസർ എത്ര വന്നു, 15 പ്ലസ് 1 1/6 എന്ന് കിട്ടി. ഇനി എളുപ്പമല്ലേ, ഈ 1ഉം ഈ 15ഉം കൂടെ അങ്ങോട്ട് കൂട്ടുക. 15 1 16. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു, 16 1/6 എന്ന് കിട്ടി. മനസ്സിലായോ? ശരി, ഇങ്ങനെ വരുമ്പം നമുക്ക് എന്താ 1-2 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ ആൻസർ ഒരിക്കലും തെറ്റിക്കരുതേ. 16 1/6 എങ്ങനെയാ കിട്ടിയേ, 15 7/6 എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. പക്ഷെ ഒരിക്കലും അംശം ഛേദത്തിനേക്കാളും വലുതാവാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവരെ എടുത്ത് ഹരിക്കണം. ഓക്കെ, ഹരിച്ചു. ഇനി 6 താഴെയാണ്, ഇവിടെയും 6 താഴെ തന്നെ വരും. അതിന് ഒരു വ്യത്യാസമില്ല. അതിനെ നമ്മളെടുത്ത് താഴോട്ട് തന്നെ അങ്ങ് എഴുതി വെച്ചു. കാണുന്നതിന് വേണ്ടി ഒന്ന് മുകളിലോട്ട് എഴുതിയതാണ്. 15 പ്ലസ് 7/6 എന്നല്ലേ നമുക്ക് കിട്ടിയത്. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ. ഹരിക്കുന്ന ആളെ നമ്മൾ താഴെ തന്നെ എഴുതും, അതിനൊരു വ്യത്യാസവും ഇല്ല. താഴെ കിടക്കുന്ന ആള് മുകളിലോട്ട് പോവും, മേളിൽ കിടക്കുന്ന ആള് സൈഡിലോട്ട് വരും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 1 1/6 എന്ന് കിട്ടുന്നത്. ഫ്രണ്ടിൽ ആരുണ്ട്, ഒരു 16 ഉണ്ടായിരുന്നല്ലേ, അല്ലെ 15. ഫ്രണ്ടിൽ ആരുണ്ട്, ഒരു 15 ഉണ്ട് അല്ലേ. അപ്പൊ 15 പ്ലസ് 1 1/6 എന്നാണ് കിടക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ അങ്ങ് കൂട്ടി കൊടുക്കാം. അപ്പൊ 15 1 16. അങ്ങനെയാണ് നമുക്ക് 16 1/6 എന്ന് ആൻസർ കിട്ടുന്നത്. ഈ രീതിയിലുള്ള ചോദ്യം ചെയ്ത് പഠിക്കണം കേട്ടോ. മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ ഡ്രൈവർ ഓൺലൈൻ എക്സാമിനകത്ത് ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അതുകൊണ്ട് അനുബന്ധപ്പെട്ട ചോദ്യവും ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. വരുന്ന LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ആ ടോപ്പിക്കിന്റെ ക്ലാസ്, നമ്മൾ എല്ലാ ടോപ്പിക്കിനെയും ബേസ് ചെയ്ത ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നമ്മുടെ പിൻഡ് കമന്റ് ആയിട്ട് അതിന്റെ പ്ലേലിസ്റ്റ് മെൻഷൻ ചെയ്യാം. അപ്പോൾ പ്ലേലിസ്റ്റ് കയറി നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് പോയിട്ട് ടോപ്പിക് എടുത്ത് പഠിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ തറോ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.